ഹലോ എവരിബഡി, ഞാൻ റീസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് രസമലായി. ഇതൊരു സ്വീറ്റ് ഡിഷാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് രസമലായി ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. രസമലായിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാല്. ഈ പാല് തിളപ്പിച്ച് നമുക്ക് 1/2 ലിറ്റർ ആക്കണം. ഇത് 1 കിലോ രസഗുള സാധാരണ ഞാൻ വീട്ടിലുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് സമയക്കുറവുകൊണ്ട് ഞാൻ റെഡിമെയ്ഡ് രസഗുള വാങ്ങി. ഇത് വീട്ടിലുണ്ടാക്കിയ മിൽക്ക് മെയ്ഡ്. ഇത് 15 കാഷ്യൂനട്ട്, 15 ബദാം, 2 ടേബിൾ സ്പൂൺ പിസ്ത, കുറച്ച് അതായത് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, സ്വല്പം സാഫ്രൻ. ആദ്യമായിട്ട് നമുക്ക് ഈ പാല് പറ്റിച്ച് 1/2 ലിറ്റർ ആക്കാം. ഗ്യാസ് ഓൺ ചെയ്തു. ഇനി ഇത് പകുതിയാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാല് നല്ലതുപോലെ തിളച്ചു. ഈ പാലിക്കൂട്ട് കുറച്ച് ഞാനെടുത്ത് ഈ സാഫ്രൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നു. ഇനി നമുക്ക് ഇത് 1/2 ലിറ്റർ ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ പാല് ലോ ഫ്ലെയിമിൽ വെച്ച് പറ്റിച്ചെടുത്തപ്പോൾ ഞാനിത് 1/2 ലിറ്റർ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരുന്ന കുറച്ച് കാഷ്യൂനട്ട് ഇടുന്നു, ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരുന്ന ബദാം ഇടുന്നു, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന പിസ്ത ഇടുന്നു, 1 ടീസ്പൂൺ ഇലാച്ചി പൗഡർ ഇടുന്നു, സാഫ്രൻ മിൽക്ക് ഒഴിക്കുന്നു. ഇനി ഇത് നമുക്ക് 3-4 മിനിറ്റ്സ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ, അതായത് ഓൾമോസ്റ്റ് 75 ml മിൽക്ക് മെയ്ഡ് ഇടുന്നു. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് പഞ്ചസാര ഇടാം. 2 മിനിറ്റ് ഇത് ഇളക്കിയിട്ട് ഞാൻ ഓഫ് ചെയ്യുന്നു. ഇനി ഞാനിത് ഓഫ് ചെയ്യുന്നു. ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഈ രസഗുള ഞാനിങ്ങനെ എടുക്കുന്നു. പ്രസ് ചെയ്തതിലെ ജ്യൂസ് മുഴുവന് കളയുന്നു. അതിനുശേഷം ഞാൻ ഈ ഡിഷിൽ വെക്കുന്നു. ഈ മിക്സറിന് മധുരം കുറച്ച് കുറവുണ്ട്. അപ്പം ഈ രസഗുളയുടെ ഷുഗർ സിറപ്പ് കൂട്ടി ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് തീരെ തണുത്തു പോകരുത്. ഒരുമാതിരി ചൂട് കാണണം, അല്ലെങ്കിൽ ഈ രസഗുള ഈ മിക്സർ അബ്സോർവ് ചെയ്യത്തില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഒരുമാതിരി ചൂടുണ്ട്. ഈ രസഗുളയുടെ മുകളിലേക്ക് ഞാൻ ഈ പാലൊഴിക്കുന്നു. ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഇടുന്നു, കുറച്ച് ബദാം ഇടുന്നു, കുറച്ച് പിസ്ത ഇടുന്നു, വെരി ടേസ്റ്റി ഷുഗർ പെർഫെക്റ്റ്. ബാക്കിയുള്ള ഷുഗർ സിറപ്പ് നിങ്ങൾ എന്തെങ്കിലും സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ രസഗുള റൂം ടെമ്പറേച്ചർ ആകുന്നത് വരെ നിങ്ങൾ വെളിയിൽ വെക്കണം, അറ്റ്ലീസ്റ്റ് 4 to 5 hours.
റൂം ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് 2 to 3 days നിങ്ങൾക്കിത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.